ചേച്ചിയുടെ ഹസ്ബൻഡ് നാട്ടിൽ ലീവിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ അവരെല്ലാവരും കൂടി ഞങ്ങളുടെ വീട്ടിലോട്ട് ഇറങ്ങി. ചേച്ചിയും ചേട്ടനും മക്കളും എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലാണെങ്കിൽ ഞാനും ഋഷികയും മോനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അശ്വയിച്ച് ഋതികയും കൂടെ കുറച്ച് ഡ്രസ്സ് ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അവർ പോയി. പിന്നെ അമ്മയും ഷിനോണിനൊക്കെ തട്ടിടയിൽ പോയി. അച്ഛൻ രാവിലെ കടയിൽ പോയി. അങ്ങനെ വീട്ടിൽ നമ്മൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ സംസാരിച്ചൊക്കെ ഇരുന്ന് അവർക്ക് കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്ത് കഴിക്കാനൊക്കെ കൊടുത്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേ അവർ വന്നിട്ടുണ്ടായിരുന്നു. ഓൾട്ടർ ചെയ്യാൻ പോയവർ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി കൊണ്ടുവന്ന സാധനത്തിൽ നിന്ന് എനിക്ക് ഇത് 3 പേർക്കായിട്ടാണ് ഈ ഒരു വാച്ച് കൊണ്ടുവന്നത്. ഒന്ന് എനിക്ക്, ഒന്ന് അശ്വയിച്ചിക്ക്, ഒന്ന് ആതിരയ്ക്ക്. അങ്ങനെ ചേച്ചി എന്നെ ഈ വാച്ച് നീ എടുക്കുമെന്നും പറഞ്ഞ് എനിക്ക് വേണ്ടിയിട്ട് സെലക്ട് ചെയ്ത് തരികയാണ്. അങ്ങനെ ഞാൻ ആ വാച്ചൊക്കെ എടുത്ത് നോക്കി. ഇതാണ് 3 വാച്ച്. അങ്ങനെ ഞാൻ ഒരു വാച്ച് എടുത്ത് ആ ചേച്ചി കാണിച്ചെന്ന വാച്ച് തന്നെ ഞാൻ എടുത്ത് സെലക്ട് ചെയ്ത് എനിക്കത് ഇഷ്ടപ്പെട്ട്. അങ്ങനെ ഞാൻ എടുത്തിട്ട് അശ്വയി ചേച്ചിക്ക് കൊടുത്തു. അങ്ങനെ അവൾക്കതൊന്ന് ഇഷ്ടപ്പെട്ട ഒരു വാച്ച് എടുത്ത്. മറ്റേ വാച്ച് ആതിരയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അത് മാറ്റി വെച്ചു. എന്നിട്ട് കൊണ്ടുവന്ന സാധനത്തിൽ നിന്ന് ചോക്ലേറ്റും കുറച്ച് ക്ലിപ്പും ബണ്ണും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൊച്ചുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത്. അങ്ങനെ ചോക്ലേറ്റൊക്കെ കഴിച്ച് ഈ ബണ്ണ് സാധനങ്ങളൊക്കെ നല്ല ചേട്ടൻ്റെ സെലക്ഷനാണ്. നല്ല അടിപൊളി സെലക്ഷനാണ് ചേട്ടന്. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ പോവാൻ ഇറങ്ങുകയാണ് കേട്ടോ. താഴെ ഇനി ആതിരയുടെ വീട്ടിലും കൂടെ കയറണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.